ഹസ്തരേഖ 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 കൃത്യമായി. നിന്റെയൊക്കെ ഏത് സമയത്താണ് തല കണ്ടത്? നേരം വെളുത്തിട്ട് ഈ സമയമായി. എത്രയോ മനുഷ്യർ ഇതിലെ കിടന്നു, ഇതവരെ കൈനീട്ടം വിട്ടിട്ടുണ്ടോ? വീട്ടിൽ പോട്ടെ. ഹസ്തരേഖ ഹസ്തരേഖ ഹസ്തരേഖ. ഇതിന്റെയൊക്കെ കയ്യിലല്ല രേഖ. എനിക്ക് 4, 3, 7. ഉടനെ തന്നെ ഒരു വിദേശയാത്രയ്ക്ക് യോഗം കാണുന്നുണ്ട്. വിദേശയാത്ര എന്ന് ഞാൻ പറയുമ്പോൾ കടൽ കിടന്ന് അക്കരെ പോകേണ്ടതായിട്ടുള്ള ഒരു യാത്ര. എന്ത് കറക്റ്റ് പറയുന്നത് കേട്ടോ? ഒരു വെളുത്ത പുഷ്പത്തിന്റെ പേര് പറയും. ഒരു വെളുത്ത പുഷ്പത്തിന്റെ പേര് വരട്ടെ. കൈ കാണിക്കട്ടെ. നല്ല ഐശ്വര്യമുള്ള കൈയാണ്. സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യ. എന്താ റേറ്റ്? അങ്ങനെ പ്രത്യേകിച്ച് ഒരു റേറ്റ് ഒന്നുമില്ല. എന്നാൽ എന്തെങ്കിലും ഒരു റേറ്റ് വേണ്ടതെന്ന് കണ്ടിട്ട് ഒരു റേറ്റ് വെച്ചിട്ടുണ്ട്. 1 രൂപയെ കുറഞ്ഞ് ഞാൻ മേടിക്കാറില്ല. അയ്യോ ഇപ്പൊ വേണ്ട, പ്രവൃത്തി കഴിഞ്ഞതിന് ശേഷമേ ഞാൻ പ്രതിഫലം പറ്റാറുള്ളൂ. ഈ കയ്യിന്റെ ലക്ഷണം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു ബുദ്ധിശക്തിയും കാര്യശേഷിയുള്ള ഒരു കൈയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു ബ്രാഹ്മണ യുവാവുമായിട്ട് അടുത്ത കാലത്ത് ബന്ധപ്പെടാനുള്ള ഒരു യോഗം ഈ കൈ ഹസ്തരേഖ പ്രകാരം കാണുന്നു. അത് വളരെ ആശ്ചര്യകരമായിരിക്കും, ആനന്ദസന്ദായകമായിരിക്കും, എല്ലാം നന്നായിരിക്കും. പിന്നെ നല്ല കാലത്ത് ഗുണം വരാനുള്ള എല്ലാ ലക്ഷണങ്ങളും. അയ്യോ എന്റെ പണം കാണുന്നില്ലല്ലോ. പണം കാണുന്നില്ല? അതെ, ഈ ബാഗിലുണ്ടായിരുന്നു. ആ പണം ബാഗിൽ തന്നെ കാണും. ഇവിടെ ആരും എടുക്കാനില്ല. അയ്യോ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് 1 രൂപ തരൂ, ബസ്സിൽ പോകാനാ. വേല കയ്യിലിരിക്കട്ടെ മതാമേ. ഈ വരക്കിപ്പുറം കിടക്കാൻ എന്റെ കാശ് തന്നിട്ട് വേണം. എനിക്ക് പണമില്ലല്ലോ. അയ്യോ എക്സ്ക്യൂസ് മീ, എനിക്ക് 1 രൂപ തരൂ, ബസ്സിന് പോകാനാ. എന്തിനാ 1 രൂപ? 2 രൂപ ഓട്ടോറിക്ഷ പോയിക്കോളൂ. ഓ താങ്ക് യു വെരി മച്ച്. ഹസ്തരേഖ ഹസ്തരേഖ. എടാ മഹാഭാവി, കണ്ട മാപ്പിളച്ചികൾക്ക് കൊടുക്കാൻ നിന്റെ കാശുണ്ടായില്ലോടാ. ശേഷം പേരോട് ചായ കുടിക്കാതിരിക്കുകയാണല്ലോ. അച്ഛാ അവളുടെ കാശ് അവൾ കൊണ്ടുപോകുന്നു. അച്ഛൻ പണം വേണോ? വിളിച്ചോ. അച്ഛനെ കൈ നോക്കാൻ അറിയാം, പക്ഷെ എനിക്ക് പേഴ്സ് നോക്കാൻ അറിയാം. വല്ല പോലീസുകാരും വരുവാടാ. പട്ടാള വരാ. മിസ്കി മിസ്കി മാറ്. സ്റ്റാർട്ട് ചെയ്ത് നോക്ക്. എന്താണ് നോക്കി നിൽക്കുന്നത്? വൈകുന്നേരം കൊടുക്കാനുള്ള ഒന്ന് വേഗം നോക്ക്. തുറക്ക. സാർ ഞാൻ പറഞ്ഞ ബില്ല്. ബില്ലോ? ചെയ്യാത്ത പണിക്ക് ബില്ല് ഇവിടെ നോക്കണ്ട. ആ പണിക്ക് വർക്കിൽ കിട്ടില്ല. എല്ലാ വർഷത്തിലും കിട്ടുന്നതാണല്ലോ. അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അല്ലേ താൻ തന്നെ പാട്ടിന് പോടോ. കാലെടുക്കണം. ബാക്കിയുള്ളവർക്കും കുടിക്കണം. ഷാപ്പ് സ്വന്തമല്ല. നീ ആള് കൊള്ളാമല്ലോ. ഒളിപ്പോൽ എനിക്കിഷ്ടമല്ല. എന്നോട് ഏറ്റുമുട്ടുന്നവരെ എനിക്ക് നേരിടാൻ കഴിയും. ഞാൻ വാസുവാനുടെ പട്ടി. ഹലോ മിസ്കി.
അപ്പൊ മിസ്കി ഇവിടെ? ഞാൻ ഇവിടെ ഒരു ഇന്റർവ്യൂവിന് വന്നതാ. നിങ്ങൾ ഇവിടെ? ഞാനിവിടെ ഇന്റർവ്യൂവിന് വന്നതാ. അന്ന് നിങ്ങൾ എനിക്ക് തന്നില്ലേ 2 രൂപ? മിസ്കി, അത് തിരിച്ചു തരാൻ വേണ്ടി ഞാൻ മിസ്കിക്ക് തന്നതല്ല. പിന്നെ എനിക്ക് മിസ്കിയുടെ സ്നേഹം മതി. that means love. അത് തന്നെ By the way, what is your name? ഞാൻ വാട്ടീസ് കഴിക്കാറില്ല, പക്ഷെ എന്റെ അച്ഛൻ വാട്ടീസിന്റെ ഉസ്താദാണ്. അതല്ല ചോദിച്ചത്, നിങ്ങളുടെ പേരെന്താ? പേര് പത്മധരാജൻ, പക്ഷെ മിസ്കി പപ്പു. പിന്നെ എന്റെ പേര് സ്റ്റെല്ല. ഞാൻ താമസിക്കുന്ന അമരാവതിയില, നമ്പർ 48. ഓക്കെ പപ്പു, ഞാൻ വരട്ടെ. ബൈ. അപ്പോഴേ മിസ്കി, ഞാൻ ദിവസവും 3:30, 6:30 മിസ്കിയുടെ വീട്ടിൽ വരും കേട്ടോ. വാസു എന്നെ വിട്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. വർക്കിച്ചേട്ടന് സുഖമാകുന്നതുവരെ ഞാനിവിടെ നിൽക്കാം. പോരാ വാസു. വാസു എന്നും എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവും, മരണം വരെ. എനിക്ക് ഒരു കടം പിരിഞ്ഞു കിട്ടാനുണ്ട്. ബാങ്കിൽ ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് കിട്ടിയിട്ട് വേണം നമുക്ക് ഈ വർക്ക്ഷോപ്പ് ഒന്ന് വലുതാക്കാൻ. അതെ വാസു, നമ്മളല്ലാതെ വേറെ ആരുമില്ല വാസു. ശരിയാണ്, നമ്മൾ ഒറ്റയാന്മാരാണ് വാസു. നമ്മൾ ഒന്നിച്ചു നിന്നാൽ നമുക്ക് പലതും നേടാൻ കഴിയും. I love you. ഇതൊന്നും ശരിയാണെന്ന് നോക്ക്. അവിടുന്ന് എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഇല്ല, എനിക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടില്ലേ? അയ്യേ, അല്ല മലയാളം കുറെ അറിയാം. എനിക്ക് അതും അറിയില്ല, അതുകൊണ്ടല്ലേ ഞാൻ മോളെ നല്ല അടുത്ത് വരുന്നത്. ഇതൊന്നും പറഞ്ഞു മോളെ. എന്തോ സലാം. ഇതിന്റെ അമ്മയോടാ അകത്തുണ്ട്. That side, Dashini. യഥാർത്ഥ ദാക്ഷായണി. എടി, ഞാൻ നിന്നെ ആരാടി? അയ്യോ, നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ ഇത്രയും കാലം എന്റെ ആരാണെന്ന്. എന്നെ കൊണ്ട് എന്തെല്ലാം അച്ഛന്റെ മൂക്കാണെന്ന് എടുത്തോട് എന്നെ കാണുന്നില്ല. പപ്പ, നിന്റെ അച്ഛൻ ഈ പ്രൊഫസർ രാഘവൻ ഒരു ഷാപ്പ് മുഴുവൻ മുടിച്ചാലും ആടുകയില്ലടോ. നാളുണ്ടോ? പ്രായമായ പിള്ളേരെ മുമ്പ് കിടന്ന് ഈ ആട്ടം ആടെ. ഞാൻ ആട്ടിത്തരാടി. മോളെ, അയ്യോ അന്തർജാവും സുഖമില്ലെന്ന് പറഞ്ഞില്ലേ? വാസുവേട്ടോണ്ട് മാപ്പിളയുടെ ചായക്കട വരെ ഒന്ന് ഓടി വരാൻ പറഞ്ഞു. എന്താ കാര്യം? ആ കുന്നുംപുറത്തെ രാമ കത്തി ഊരി പിടിച്ച് നിൽക്കുന്നു. ഭയങ്കര ബഹളം. വാസുവിന്റെ ജോലി വഴക്ക് തീർക്കണില്ലെന്ന് പോയി പറ. വർക്കിച്ചേട്ടാ, വാസു വരുന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? പോയി പറയാൻ. വാസു, ഞാൻ പറഞ്ഞതില് വാസുവിന് വിഷമം തോന്നരുത്. ജീവിതത്തില് അന്യരുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, കുറച്ച് സ്വന്തം കാര്യം നോക്കണം.
നമ്മൾ തളർന്നു വീഴുമ്പോ തിരിഞ്ഞു നോക്കാൻ ഒരു പട്ടിയും കാണില്ല. തിരിഞ്ഞു കുത്താനേ ആള് കാണും. എനിക്കൊരു വിഷമവുമില്ല. ഞാൻ വർക്കിച്ചവരനെ കണ്ട് അന്ന് തീരുമാനിച്ചതാണ് ഇനി വഴക്കിനും പോകണ്ട, വഴക്ക് തീർക്കാനും പോകണ്ടെന്ന്. Idea Stella, I love you. Idea Stella, I love you. Idea Stella, I love you. Idea Stella, idea Delhi. എനിക്ക് വയ്യ ഇനി കോളേജിൽ പോവാൻ. എന്താടി നിന്നെ ആരെങ്കിലും പഞ്ചാരി അടിച്ചു? പോ അവിടുന്ന്. എന്താ എന്താ മോളെ? ഒറ്റ ഡ്രസ്സേ ഉള്ളൂ എന്നും കോളേജിൽ എടുത്തോണ്ട് പോയി. എല്ലാ കുട്ടികളും 2, 3 ഒക്കെ മാറി എടുത്തോണ്ട് വരുന്നു. എനിക്ക് നാളാവുന്നു. എന്നാ നീ എന്റെ പാന്റ് ഷർട്ട് ഇട്ടോ. ഇപ്പൊ എല്ലാ പെമ്പിള്ളേരും ആമ്പിള്ളേരും ആയില്ലോ. ഇതും പറഞ്ഞിട്ട് ഇവിടെ ഇരുന്നാ മതി. എനിക്ക് പണം കിട്ടിട്ട് നിന്നെ രാജാത്തിയാക്കും. കിട്ടിയോ? 4 പേരുടെ കിട്ടി. 2 പേര് നാളെ കൊണ്ടുതരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചോളാം. ബാങ്ക് മാനേജരെ കണ്ടു. 1 മാസത്തിന് എല്ലാം ശരിയാക്കി തരാമെന്ന് അയാൾ ഉറപ്പ് തന്നിരിക്കുകയാണ്. നമ്മൾ ജയിച്ചു വാസു. നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ബാങ്ക് വഴി വരുത്തി തരാമെന്ന് മാനേജർ പ്രത്യേകം ഉറപ്പ് തന്നിട്ടുണ്ട്. കർത്താവേ, നീ എന്റെ പ്രാർത്ഥന കേട്ടു. വർക്കിച്ചേട്ടൻ മരുന്ന് കഴിച്ചു? വേണ്ട. ഞാൻ ഡോക്ടറെ വിളിച്ചുകൊണ്ടിരട്ടെ? വേണ്ട വാസു. ഡോക്ടർ നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് അത്രയ്ക്ക് അസുഖമൊന്നുമില്ല. വാസു വേഗം വർക്ക്ഷോപ്പിൽ ചെല്ലു. അവിടെ ആരുമില്ല. ഒരുത്തിനും കാണുന്നില്ലല്ലോ. എന്റെ മാലതിക്കൊരു സാരിയും ബ്ലൗസും വാങ്ങിക്കാൻ ഈശ്വര അന്ന് കഴിയില്ലേ? അവൻ അതിലെ പോയി. ഇത് കളർ സോറി. നീ എനിക്കെതിരെയുള്ള പണവും പണത്തിന്റെ പലിശയും പലിശയും തന്നില്ലെങ്കിൽ ഞാൻ നിനക്ക് കുതിര വിട്ടതേ കഴിക്കും. ഷർട്ടിന് കൈയെടുക്കാൻ ഇല്ലെങ്കിൽ മര്യാദയ്ക്ക് ഷർട്ടിന് കൈയെടുക്കാൻ പിടിയില്ല. ഇല്ലെങ്കിൽ തന്നെ ഞാൻ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് അയക്കും. ദ്രോഹി, പണവും വാങ്ങിച്ചോടി നിന്നെ ജയിലിൽ അയച്ചോടാ. പണം ഇല്ലാഞ്ഞിട്ടല്ലേ പത്രോസേട്ടാ? അല്ല ഇല്ലേ, എന്റെ പെങ്ങൾക്ക് ഒരു സാരിയും ബ്ലൗസും വാങ്ങിക്കാൻ വെച്ചതാ, അതുകൊണ്ടാ. അങ്ങനെ ഉടുക്കണ്ട. വലിയ പണക്കാരുടെ വീട്ടിലെ പെൺപിള്ളേരെ അരമ്പഴം തുണിയിലാ കഴിയുന്നത്. അത് മതി. കൊട എടുത്തിട്ട് കൊട. പണം തരാനും അറിയാം, പണം തന്നാൽ വാങ്ങിക്കാനും അറിയാം. ഇപ്പൊ മുതലും പലിശയും പലിശയെല്ലാം കിട്ടിയല്ലോ. കിട്ടിയില്ലേ? ഇനി നമ്മൾ തമ്മിൽ യാതൊരു ബന്ധമില്ലല്ലോ. ഒരു ബന്ധവുമില്ല. അത് മതി. അതാണ് പലിശ പത്രോസ്. മതി, അത് മതി. എന്നാ വിട്ടോ. എന്നാലേ ഇതാണ് പത്മരാക്ഷൻ എന്ന പപ്പു. കെട്ടട മോനെ പലിശപത്രോസേ. എനിക്ക് മനസ്സിലായി. ഞാൻ ബസ് സ്റ്റാൻഡിൽ പെട്ടി എടുത്തിട്ട് വാങ്ങിച്ചുള്ളൂ. ഇപ്പൊ വരാം. അമ്മേ, വർക്കിച്ചേട്ടോ, എഴുന്നേറ്റ് വർക്കിച്ചേട്ടാ, നേരം എടുത്തു. വർക്കിച്ചേട്ടാ,
എന്താ കുറിപ്പ്? ഒന്നുമില്ല. ഇന്ന് ട്യൂഷൻ മാസ്റ്റർ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വർഷം കൊണ്ട് മുതലാളിയെ ഇംഗ്ലീഷ്, ഹിന്ദി, ഗുജറാത്തി, മറാഠി എല്ലാം പഠിപ്പിക്കാൻ അങ്ങനെ ഏറ്റിരിക്കുക. ഇനിയും ഇതെല്ലാം എന്റെ തലേ കയറും കുറിപ്പ്. പഠിപ്പിന് പ്രായമുണ്ടോ മുതലാളി? മരിക്കാൻ നേരത്തും മരണം എന്താന്ന് നമ്മൾ പഠിക്കുമല്ലേ? ശരി, നോക്കാം. എന്തായാലും കുറച്ച് കൂടുതൽ ഇംഗ്ലീഷ് എനിക്ക് പഠിക്കണം.